ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത്. ഹാരിസ് പുറപ്പെട്ടിരിക്കുന്നു. മടങ്ങി വരട്ടെ. അതിനെത്ര നാൾ കാത്തിരിക്കണം? പോയി വരാൻ ദിവസങ്ങൾ പിടിക്കും. അബ്ദുൽ മുത്തലിബ് ചിന്തയിൽ മുഴുകി. വെറുതെ അദ്ദേഹം പിതാവിനെ കുറിച്ചോർത്തു. മക്കയുടെ പ്രിയങ്കരനായ നേതാവായിരുന്നു ഹാഷിം. ആളുകൾ പിതാവിനെ കുറിച്ച് ഇന്നും അഭിമാനപൂർവ്വം സംസാരിക്കുന്നു. തനിക്ക് പിതാവിനെ കണ്ട് ഓർമ്മയില്ല. ഉമ്മ വിവരിച്ചു തന്ന ഓർമ്മയേ ഉള്ളൂ. ഇതുപോലൊരു യാത്രയിൽ ബാപ്പാക്കും രോഗം വന്നു. തുടർന്ന് മരുഭൂമിയിൽ മരണം അദ്ദേഹത്തെ തേടിയെത്തി. ഉമ്മ പിതാവിനായി കാത്തിരുന്നു. കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റി. ബാപ്പ വന്നില്ല. ഒടുവിൽ ആ ദുഃഖവാർത്തയെത്തി. ഇനിയൊരിക്കലും ബാപ്പ മടങ്ങി വരില്ല. മരിച്ചവർ മടങ്ങി വരാറില്ലല്ലോ. ഉമ്മയെപ്പോലെ ഇവിടെ ഇതാ ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നു. എന്റെ ഉമ്മയുടെ അതേ അനുഭവമാണോ ഈ കുട്ടിക്കും? എന്റെ റബ്ബേ, പൊന്നുമോനെ, നീ മടങ്ങി വരില്ലേ? ഈ പെൺകുട്ടിയുടെ കണ്ണീർ എങ്ങനെ അടക്കും? അദ്ദേഹം ദുഃഖം കൊണ്ട് പുകയുകയാണ്. എന്ത് വാർത്തയുമായിട്ടായിരിക്കും തന്റെ മകൻ മടങ്ങിയെത്തുക? നരച്ച താടിയിൽ കണ്ണുനീരിന്റെ നനവുടങ്ങിയിട്ടില്ല. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഹാരിസ് യസ്രീബിലെത്തി. എല്ലാ മുഖങ്ങളും മ്ലാനമായിരിക്കുന്നു. ഇവിടെ എന്റെ അനുജൻ, ഇവിടെ അബ്ദുള്ള? ഹാരിസ് വെപ്രാളം നിറഞ്ഞ ചോദ്യമുയർത്തി. അതാ അവിടെ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഒരു പുതിയ ഖബർ. ഹാരിസ് ഖബറിനരികിലേക്ക് നടന്നു. അടങ്ങാനാവാത്ത ദുഃഖം കണ്ണുനീർത്തുള്ളികൾ ഖബറിന് മുകളിൽ വീണു ചിതറി. എന്റെ പൊന്നുമോനെ! ഹാരിസ് നിയന്ത്രണം വിട്ട് നിലവിളിച്ചു പോയി. ബന്ധുക്കൾ ഓടിയെത്തി. ഹാരിസിനെ അകത്തേക്ക് കൊണ്ടുപോയി ആശ്വസിപ്പിച്ചു. കഴിയുന്നതൊക്കെ ഞങ്ങൾ നൽകി, മരുന്നുകൾ നൽകി, നന്നായി പരിചരിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. ബന്ധുക്കൾ സംഭവങ്ങൾ വിവരിച്ചു. ഷെയ്ബ ഇതെങ്ങനെ സഹിക്കും? അവർക്കിന്നും അബ്ദുൽ മുത്തലിബ് ഷെയ്ബയാണ്. അവിടുത്തെ വൃദ്ധന്മാർ അബ്ദുള്ളയുടെ ഖബർ കണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, സെൽമയുടെ പേരക്കുട്ടി. ഹാരിസ് ശക്തി വീണ്ടെടുത്തു. പതറിപ്പോകരുത്. ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ക്ഷീണമൊന്നടങ്ങിയാൽ മടക്കയാത്ര, മക്കയിലേക്കുള്ള മടക്കയാത്ര. ബാപ്പയും ആമിനയും കാത്തിരിക്കുകയാണ്. ഞാൻ വൈകുന്നില്ല. ഹാരിസ് ബന്ധുക്കളോട് യാത്ര ചോദിച്ചു. അവസാനമായി അദ്ദേഹം ഖബറിനരികിൽ വന്നു നിന്നു. കൊച്ചനുജ, ഞാൻ പോവുകയാണ്. നമ്മുടെ പിതാവ് ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നു. പിന്നെ നിന്റെ പ്രിയപ്പെട്ട ആമിനയും. ഞാൻ അവരോട് എന്ത് പറയും? ഹാരിസ് മക്കയിലേക്ക് മടങ്ങി. യസ്രീബുകാർ ആ പോക്ക് നോക്കി നിന്നു. എങ്ങനെയാണ് ബാപ്പയെ നേരിടുക? ആമിന എന്ന പെൺകുട്ടിയോട് എങ്ങനെയാണ് ഞാൻ ഈ കാര്യം പറയുക? വീണ്ടും പതറിപ്പോകുന്നു. ഒട്ടകം അങ്ങനെ മുന്നോട്ട് നീങ്ങി. മരിക്കുമ്പോൾ അബ്ദുള്ളക്ക് കഷ്ടിച്ച് 20 വയസ്സേ ഉള്ളൂ. ആമിന അതിനേക്കാൾ പ്രായം കുറവുള്ള പെൺകുട്ടിയും. താൻ ഗർഭിണിയാണെന്ന തോന്നൽ തന്നെയില്ല. സാധാരണ ഗർഭിണികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങളും തോന്നുന്നില്ല. ഉറങ്ങുമ്പോഴാവട്ടെ ആനന്ദം നൽകുന്ന സ്വപ്നങ്ങൾ. ആരോ തന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു തോന്നലല്ല, ശരിക്കും സംസാരിക്കുന്നു. നീ ഗർഭം ചുമന്നത് ഈ സമുദായത്തിന്റെ നായകനെയാകുന്നു. അശരീരി പോലെ ഒരു ശബ്ദം കേട്ടപ്പോൾ ശരീരം കോരി തരിച്ചു പോയി. അതിമഹനീയമായ എന്തോ സംഭവിക്കാൻ പോകുന്നു. നിന്റെ കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അസൂയാലികളിൽ നിന്ന് രക്ഷകിട്ടാൻ അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കണം. നിന്റെ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടണം. അനുഭൂതികൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ. ഒരിക്കൽ തന്നിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടു. ശക്തമായ പ്രകാശം. ആ പ്രകാശത്തിൽ ബുസ്രായിലെ കൊട്ടാരങ്ങൾ തനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആനക്കലഹം 1-ാം വർഷത്തിലായിരുന്നു. ആനവർഷം, ആമിൽഫീൽ, ഗജവർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതുകൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് കഥ തുടരാം. ആനക്കലഹത്തെ കുറിച്ച് പറയും മുമ്പേ അബ്രഹത്തിനെ പറ്റി പറയണം. അബ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ യമൻ എന്ന രാജ്യത്തെ കുറിച്ച് പറയണം. യമൻ വളരെ മുമ്പ് തന്നെ ലോകപ്രസിദ്ധമായ നാടാണ്. അവിടെ പല രാജവംശരും ഭരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വിദേശികളും ഭരിച്ച ചരിത്രമുണ്ട്. കുറെ കാലം നജാഷി രാജാവിന്റെ കീഴിലായിരുന്നു. രാജാവ് യമൻ രാജ്യം ഭരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അയാളുടെ പേര് അറിയാത്ത് എന്നായിരുന്നു. അറിയാത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അബ്രഹത്ത്. ഇരുവരും ക്രിസ്ത്യാനികൾ തന്നെ. പക്ഷേ സ്വഭാവത്തിൽ വളരെ വ്യത്യാസം. അറിയാത്ത് വളരെ നല്ലവനായിരുന്നു. അബ്രഹത്ത് അഹങ്കാരിയും ദുഷ്ടനുമായിരുന്നു. എല്ലാ അധികാരവും തനിക്ക് വേണമെന്ന ദുരാഗ്രഹമായിരുന്നു അബ്രഹത്തിന്. യമൻ രാജ്യത്തെ സ്നേഹിച്ച അറിയാത്തിനെ അബ്രഹത്ത് കൊന്നുകളഞ്ഞു. അറിയാത്തിനെ വധിച്ച ശേഷം അബ്രഹത്ത് ഭരണം ഏറ്റെടുത്തു. അവൻ മക്കയിലെ കഅബയെ കുറിച്ചറിഞ്ഞു. ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരുന്നു, കഅബാലയം സന്ദർശിക്കുന്നു. അബ്രഹത്തിന് വല്ലാതെ അസൂയ വന്നു. അതുപോലൊരു ദേവാലയം എനിക്കും പണിയണം. ജനങ്ങളോട് അവിടെ വന്ന് ആരാധിക്കാൻ കൽപ്പിക്കണം. ആരും മക്കയിൽ പോകരുത്. മക്കയുടെ പ്രസിദ്ധി തന്റെ പട്ടണത്തിനും കിട്ടണം. അബ്രഹത്ത് കലാകാരന്മാരെ വിളിച്ചു വരുത്തി. ആശാരിമാരെയും കെട്ടിട നിർമ്മാണ വിദഗ്ധരെയും വരുത്തി. ശില്പികളെ വരുത്തി. വലിയൊരു ദേവാലയത്തിന്റെ പണി തുടങ്ങി. ശില്പ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ദേവാലയം ഉയർന്നു വന്നു. ഈ വർഷം ഹജ്ജ് കാലത്ത് എല്ലാവരും ഇവിടെ വരണം. ആരും മക്കയിലേക്ക് പോകരുത്. നാട് മുഴുവൻ അദ്ദേഹം പ്രചാരണം നടത്തി. അബ്രഹത്ത് കാത്തിരുന്നു. ആ കൊല്ലത്തെ ഹജ്ജ് കാലം വന്നു. എല്ലാവരും മക്കയിലേക്ക് തന്നെ പോയി. അബ്രഹത്ത് അപമാനിതനായി. ആരും അയാളുടെ കൽപ്പന വകവെച്ചില്ല. ക്രൂരനായ അബ്രഹത്ത് പ്രതികാര ചിന്തയിൽ വെന്തുരുകി.
തകർക്കണം, കഅബയെ തകർക്കണം, എന്നാലേ ഈ ദേവാലയത്തിലേക്ക് ആളുകൾ വരികയുള്ളൂ. വമ്പിച്ചൊരു സൈന്യത്തെ അദ്ദേഹം തയ്യാറാക്കി. മുമ്പിൽ ആനപ്പട, ധാരാളം ആനകൾ മക്കത്തേക്ക് നീങ്ങി. വഴിനീളെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടുള്ള യാത്ര. ധിക്കാരിയുടെ പട മക്കയുടെ അതിർത്തിയിലെത്തി. മക്ക നിവാസികൾ ഭയന്ന് വിറച്ചു. അബ്രഹത്തിന്റെ വലിയ സൈന്യത്തെ നേരിടാനുള്ള കഴിവ് അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നില്ല. മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ഇതിനെ അവൻ സംരക്ഷിക്കും, ഒരാൾക്കും അത് തകർക്കാനാവില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ദേവാലയമാണിത്. ആനപ്പട കഅബാലയത്തിന് നേരെ നീങ്ങി. പെട്ടെന്ന് ആകാശത്ത് ഒരു തരം പക്ഷികൾ പ്രത്യക്ഷപ്പെട്ടു. അവയുടെ ചുണ്ടിൽ ചെറിയ ചെറിയ കല്ലുകൾ. ആ കല്ലുകൾ താഴേക്കിട്ടു. ആനകളും പട്ടാളക്കാരും മറിഞ്ഞു വീഴാൻ തുടങ്ങി. അബ്രഹത്തിന്റെ സൈന്യം ചിതറിയോടി. അബ്രഹത്ത് ജീവനും കൊണ്ടോടുകയായിരുന്നു. ഈ സംഭവത്തെയാണ് ആനക്കലഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സംഭവം നടന്ന വർഷത്തെ ആമുൽ ഫീൽ എന്നും അറബികൾ വിളിക്കുന്നു. ആമുൽ ഫീൽ എന്ന പദത്തിന്റെ അർത്ഥം ഗജവർഷം എന്നാകുന്നു. ആമുൽ ഫീൽ 1-ാം വർഷം നിബിത്തങ്ങൾ ഈ ലോകത്തേക്ക് പിറവിയെടുത്തു. റബിയുൽ അവൽ 12 തിങ്കളാഴ്ച പ്രഭാത സമയത്ത്, ക്രിസ്തുവർഷം 571 ഏപ്രിൽ 17-ന്. അതൊരു സാധാരണ പ്രസവമായിരുന്നില്ല. ധാരാളം അത്ഭുതങ്ങൾ ആ സമയത്ത് സംഭവിക്കുകയുണ്ടായി. ചുറ്റും കൂടിയ പെണ്ണുങ്ങൾ കുഞ്ഞിനെ കണ്ട് അതിശയപ്പെട്ടുപോയി. കുഞ്ഞിന്റെ ചേലാക്രമം ചെയ്യപ്പെട്ടിരിക്കുന്നു. കണ്ണിൽ സുറുമ എഴുതിയിട്ടുണ്ട്. ശരീരത്തിൽ എണ്ണ പുരട്ടിയിരിക്കുന്നു. കൈ രണ്ടും നിലത്തുകുത്തി തല ഉയർത്തിപ്പിടിച്ചാണ് കുട്ടിയുടെ കിടപ്പ്. ഇതൊരു അത്ഭുത ശിശുവാണ്. ഇങ്ങനെ ഒരു കുട്ടി പ്രസവിക്കപ്പെടുമെന്ന് തന്റെ ജനതയോട് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്ന പ്രവാചകന്മാർക്കെല്ലാം ഈ കുട്ടിയുടെ വരവിനെ കുറിച്ച് അറിയാമായിരുന്നു. എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ കുട്ടിയുടെ ആഗമനം അറിയിച്ചിട്ടുണ്ട്. കുട്ടി പിറക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിരിക്കുമെന്ന് വേദം പഠിച്ച പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു. എന്തൊരു അഴക്, എന്തൊരു പ്രകാശം! പ്രസവവിവരം അറിഞ്ഞ അബ്ദുൽ മുത്തലിബ് ഓടിയെത്തി. കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആഹ്ലാദം. കുട്ടിയെ കോരിയെടുത്ത് അദ്ദേഹം കഅബാലയത്തിലേക്ക് ഓടി. അവിടെയുണ്ടായിരുന്നവർ കുട്ടിയെ കണ്ടു. അവരും സന്തോഷത്തിൽ പങ്കുചേർന്നു. 7-ാം ദിവസം അഖീഖ അറുത്തു. അന്ന് വീട് നിറയെ ആളുകളായിരുന്നു. ബന്ധുക്കളൊക്കെ വന്നു. ഖുറൈശി നേതാക്കന്മാരെല്ലാവരും വന്നു. അവർക്കെല്ലാം വിഭവങ്ങൾ നിറഞ്ഞ സദ്യയൊരുക്കി. കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. അബ്ദുൽ മുത്തലിബിന് ധാരാളം മക്കളുണ്ടായിരുന്നുവല്ലോ. ഹാരിസ്, അബൂ ത്വാലിബ്, അബ്ബാസ്, ഹംസ എന്നിവരാണ് അതിൽ പ്രസിദ്ധരായവർ. അദ്ദേഹത്തിന്റെ മറ്റൊരു മകനാണ് അബൂലഹബ്. സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീ അബൂലഹബിന്റെ സമീപത്തേക്ക് ഓടിയെത്തി. വളരെയധികം സന്തോഷത്തോടെ അവൾ വിളിച്ചു പറഞ്ഞു, യജമാനൻ അറിഞ്ഞോ, അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അങ്ങയുടെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു. ആൺകുട്ടിയാണ്. ഹേ, നേരാണോ നീ പറഞ്ഞത്? ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടല്ലേ വരുന്നത്. എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല. ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി വരികയായിരുന്നു യജമാനനോട് ഈ കാര്യം പറയാൻ. അബൂലഹബ് സന്തോഷം കൊണ്ട് മതിമറന്നു പോയി. സുവൈബത്തെ, ഈ സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. സുവൈബത്തിന്റെ സന്തോഷത്തിന് അതിര് വന്നില്ല. ഈ കുഞ്ഞ് കാരണമാണല്ലോ താൻ അടിമത്തത്തിൽ നിന്നും മോചിതയായത്. കുഞ്ഞിനുള്ള സ്നേഹവും വർദ്ധിച്ചു. അബ്ദുള്ളയുടെ വിയോഗം മക്ക നിവാസികളുടെ ദുഃഖമായി. അബ്ദുൽ മുത്തലിബിന്റെ ദുഃഖം അവരെയും വേദനിപ്പിച്ചു. ഇപ്പോൾ തങ്ങളുടെ നേതാവിന്റെ മനസ്സ് നിറയെ ആഹ്ലാദമാണ്. ആ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും സന്തോഷം അലതല്ലുന്നു. പലർക്കും സമ്മാനങ്ങൾ നൽകി. സദ്യ തന്നെ എത്ര കെങ്കേമം! അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്കെല്ലാം വലിയ ആഹ്ലാദമായിരുന്നു. അബൂ താലിബിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. സഹോദരപുത്രനെ അവർ ലാളിച്ചു, സ്നേഹിച്ചു, പരിചരിച്ചു. അന്ത്യപ്രവാചകൻ ഭൂജാതനായിരിക്കുന്നു. അന്ത്യപ്രവാചകനെ പ്രസവിച്ച മാതാവിനെ നാം ആദരിക്കണം. അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ റളിയല്ലാഹു അൻഹ എന്ന് പറയണം. തന്റെ പൊന്നോമനയെ മാതാവ് ഒരുപാട് ഓമനിച്ചു, മുലയൂട്ടി. കുഞ്ഞ് പാൽ കുടിച്ചു. ഒരുപാട് സന്തോഷം. മാതാവിന്റെ കൽബ് കുളിരണിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച കാലത്ത് മക്കയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം എന്തെന്നാൽ, കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് വളർത്താൻ വേണ്ടി ആരോഗ്യവതികളായ സ്ത്രീകളെ ഏൽപ്പിക്കും. ഗ്രാമവാസികളായ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഗ്രാമത്തിൽ കൊണ്ടുപോയി വളർത്തും. കുഞ്ഞുങ്ങൾ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരും. നല്ല ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ. ഗ്രാമീണർ ശുദ്ധമായ അറബി സംസാരിക്കും. കുഞ്ഞുങ്ങൾ അത് കേട്ട് പഠിക്കും. മക്ക ഒരു വലിയ പട്ടണമാണ്. അവിടെ പല നാട്ടുകാരും വന്ന് പോയിക്കൊണ്ടിരിക്കും. സ്ഥിരതാമസക്കാർ തന്നെ പല തരക്കാരാണ്. ഭാഷയും പലതരം. ശുദ്ധമായ അറബി സംസാരിച്ച് പഠിക്കണമെങ്കിൽ ഗ്രാമത്തിൽ തന്നെ പോകണം. ഇടയ്ക്കിടെ ഗ്രാമീണ സ്ത്രീകൾ മക്കയിലേക്ക് വരും. കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് വളർത്താൻ വേണ്ടി അവർ കൊണ്ടുപോകും. അതിന് അവർക്ക് പ്രതിഫലവും നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസം മുലയൂട്ടിയിരുന്നത് മാതാവ് ആമിന റളിയല്ലാഹു അൻഹ തന്നെയായിരുന്നു. സുവൈബത്തുൽ അസ്ലമിയെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. അബൂലഹബിന്റെ അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അബൂലഹബിനെ അറിയിച്ചത് അവരായിരുന്നു. അതീവ സന്തോഷത്താൽ അബൂലഹബ് അവരെ സ്വതന്ത്രയാക്കി. ഇപ്പോൾ അവർ സ്വതന്ത്രയാണ്. അവർ അതിരറ്റ സന്തോഷത്തോടെ നബിക്ക് പാല് കൊടുത്തു. അബ്ദുൽ മുത്തലിബ് ഗ്രാമീണ സ്ത്രീകളെ കാത്തിരിക്കുകയാണ്. പൊന്നോമനയെ അവരുടെ കൂടെ അയക്കണം. കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം. ശുദ്ധമായ അറബി സംസാരിച്ച് പഠിക്കണം. ഹവാസിൻ ഗോത്രം വളരെ പ്രസിദ്ധമാണ്. ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ടവരാണ്
ബനു സഅദ് കുടുംബം. കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ മക്കയിൽ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാറുണ്ട്. ബനു സഅദ് കുടുംബാംഗമായ ഹലീമയും വേറെ കുടുംബ സ്ത്രീകളും മക്കയിൽ വന്നു. ഹലീമ ഒരു മെലിഞ്ഞ സ്ത്രീയാണ്. അബു കഷ്ബ എന്നവരാണ് അവരുടെ ഭർത്താവ്. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് അവർക്കായിരുന്നു. കുഞ്ഞിനെ കിട്ടിയത് അവരുടെ മഹാഭാഗ്യം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആ കുടുംബത്തിൽ ലഭിച്ചത്. അവരുടെ ആട്ടിൻകൂട്ടങ്ങൾ തടിച്ചു കൊഴുത്തു. ധാരാളം പാൽ കിട്ടി. വീട്ടിൽ പട്ടിണിയില്ലാതെയായി. അവരുടെ ഈത്തപ്പനകളിൽ ധാരാളം കുലകൾ വിരിഞ്ഞു. വലിയ അളവിൽ ഈത്തപ്പഴം കിട്ടി തുടങ്ങി. അബൂ കഷ്ബയുടെ മക്കൾക്ക് ആ കുഞ്ഞിന് വലിയ ജീവനാണ്. ലംറ എന്നാണ് അവരുടെ മകന്റെ പേര്. ലംറയും കുഞ്ഞും ആ കുടിലിൽ വളർന്നുകൊണ്ടിരുന്നു. ദിവസങ്ങൾ അങ്ങനെ മാസങ്ങളായി ഒഴുകി. മാസങ്ങൾ വർഷങ്ങളായി. ലംറയും മറ്റു കുട്ടികളും ആടുമേക്കാൻ ഒരു മലഞ്ചെരുവിൽ പോകും. കൂടെ നബിയെയും കൂട്ടിക്കൊണ്ടുപോകും. ഒരു ദിവസം ആടിനെ മേക്കുവാൻ പോയതായിരുന്നു. വെള്ളവസ്ത്രധാരികളായ ചിലർ കുട്ടിയെ സമീപിച്ചു. ലംറക്ക് വലിയ വെപ്രാളമായി. അവൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. വെള്ളവസ്ത്രധാരികൾ കുട്ടിയെ മലർത്തി കിടത്തി. നെഞ്ചും വയറും കീറി അതിൽ നിന്നും ഒരു കറുത്ത സാധനം എടുത്തു. പിന്നീട് വെള്ളം കൊണ്ട് കഴുകി. ലംറ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. ഉമ്മയോട് നടന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു. വീട്ടിലുണ്ടായവരെല്ലാം ഓടി വന്നു. കുട്ടി സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ. കുട്ടിയെ വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്നു. എന്താ മോനെ, എന്താ ഉണ്ടായത്? ആരാണ് വന്നത്? കുട്ടി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് പേടിയായി. തന്റെ മോൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നവർക്ക് ഉറക്കം വന്നില്ല. ഒരേ ചിന്ത, ആരായിരിക്കും മോന്റെ അടുത്ത് വന്നത്? ഇനിയും വരുമോ? കുട്ടിയെ ഉപദ്രവിക്കുമോ? ഇത് ഒരു അസാധാരണ കുട്ടിയാണെന്ന് പലതവണ ബോധ്യം വന്നു. കിടന്നുറങ്ങുന്ന മുറിയിൽ പ്രകാശം കണ്ടിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം അത്ഭുതങ്ങൾ! കുട്ടിയെ മടക്കി കൊടുക്കാം, മാതാവിനെ ഏൽപ്പിക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചാൽ തനിക്കത് സഹിക്കാനാവില്ല. പൊന്നുമോനെ എങ്ങനെ വേർപിരിയും? മോനെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? വേർപിരിയാൻ വല്ലാത്തൊരു വിഷമം. ഒരു തീരുമാനത്തിലെത്താനാവുന്നില്ല. 3-ാം മാസത്തിൽ എഴുന്നേറ്റ് നിന്ന കുട്ടി, 5-ാം മാസത്തിൽ പിച്ച വെച്ച് നടന്ന കുട്ടി, 9-ാം മാസത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ കുട്ടി. എല്ലാം അസാധാരണം. വിശന്നാലും ദാഹിച്ചാലും ഒരു പരാതിയുമില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും. വാശിയില്ല, വഴക്കില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ കുട്ടി അസാധാരണക്കാരനാണെന്ന് കാണിക്കുന്നു. വീട്ടിലെ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു. കുട്ടിക്ക് വല്ല ആപത്തും വന്നാൽ സഹിക്കാനാവില്ല. കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത്. കുട്ടിയെ കാണാമെന്ന് തോന്നുമ്പോൾ മക്കയിൽ പോയി കണ്ടിട്ട് വരാം. ആ കുടുംബം ഒരു തീരുമാനത്തിലെത്തി. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെയും കൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തെത്തി. ഉമ്മ മകനെ കണ്ടു, കെട്ടിപ്പിടിച്ചു. മകനെ കണ്ട സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് മോന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മതി വരുന്നില്ല. ഞാൻ പോട്ടെ മോനെ, ഈ ഉമ്മയെ മറക്കരുത് മോനെ. ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് യാത്ര പറയുമ്പോൾ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. വളർത്തിയ ഉമ്മയെ പിരിയാൻ മോനും കഴിഞ്ഞില്ല. ഹലീമ റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഉമ്മയും മകനും ഒരു മുറിയിൽ. അവർക്കൊരു സ്വകാര്യ ലോകം. ഉമ്മ മോനോട് ഏറെ നേരം സംസാരിച്ചു. മോൻ ഉമ്മയോടും. ശുദ്ധമായ അറബി ഭാഷയിൽ തന്റെ മകൻ എത്ര വ്യക്തമായി സംസാരിക്കുന്നു. അംഗചലനങ്ങൾക്കെല്ലാം എന്തൊരു ഭംഗി. സംസാരിക്കുമ്പോൾ മുഖഭാവം മാറി മാറി വരുന്നു. അത് കാണുമ്പോൾ തന്നെ മാതൃഹൃദയം വല്ലാതെ ത്രസിച്ചു. അബ്ദുൽ മുത്തലിബ് മോനെ കണ്ട് കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു. ഒന്നിച്ചിരുന്ന് ആഹാരവും കഴിച്ചു. കഅബാലയത്തിനടുത്തേക്ക് കൊണ്ടുപോയി. മോനിപ്പോൾ 6 വയസ്സായി. ഒരു ദിവസം ആമിന റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിനോട് ഒരു കാര്യം പറഞ്ഞു. എനിക്കും മോനും കൂടി യസ്രിബിൽ പോകണം. ആമിന റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ ആ വൃദ്ധനെ അത്ഭുതപ്പെടുത്തി. ദുഃഖചിന്തകൾ കൊണ്ട് മനസ്സിൽ ചലനം സൃഷ്ടിക്കുന്നു. യസ്രിബിൽ പോകുന്നത് എന്തിനാണെന്നറിയാം. ആ ഖബർ സന്ദർശിക്കാനാണ്. പ്രിയപ്പെട്ടവനെ സന്ദർശിക്കണം. ആവശ്യം അതാണ്. ഒരുപാട് ദുഃഖചിന്തകൾ ഉണർത്തും. ആമിന ഒരുപാട് വേദനിക്കും. ആ വേദന കാണാൻ തന്നെ കൊണ്ടാവില്ല. മോൻ ഇതുവരെ യസ്രിബിൽ പോയിട്ടില്ല. മോനെയും കൊണ്ട് യസ്രിബിൽ പോകാൻ ആമിന റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്നു. പോയി വരട്ടെ, അതാണ് നല്ലത്. കാഫില പോകുമ്പോൾ കൂടെ വിടാം. നല്ലൊരു ഒട്ടകത്തെയും ഒട്ടകക്കാരനെയും ഏർപ്പാട് ചെയ്യാം. വീട്ടിൽ തന്നെ ഒട്ടകങ്ങൾ ധാരാളം, ഒട്ടകക്കാരും. ആമിന, നീ വിഷമിക്കേണ്ട, യാത്രക്കുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം, അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് ഏറെ സമാധാനമായി. മോനെ, നമുക്ക് യസ്രിബിൽ പോകണം, ഉമ്മ മകനോട് പറഞ്ഞു. എന്തിനാണുമ്മ? ഉമ്മ ബാപ്പയുടെ കഥയും യസ്രീബിലെ ബന്ധുക്കളുടെ കഥയും പറഞ്ഞു കൊടുത്തു. യസ്രീബിലെ ബന്ധുക്കൾക്ക് മോനെ കാണാൻ എന്തൊരു ആഗ്രഹമാണെന്നോ. അവർ കാത്തിരിക്കുകയാകും. മോൻ ഒരുപാട് സന്തോഷമായി. കാണാത്ത നാട്, കാണാത്ത ബന്ധുക്കൾ. മോനിപ്പോൾ വീട്ടിൽ കളിക്കാൻ ഒരു കൂട്ടുകാരിയുമുണ്ട്, ഒരു അടിമ പെൺകുട്ടി. പേര് ഉമ്മു ഐമൻ. നമുക്ക് ഉമ്മു ഐമനെയും കൂടെ കൊണ്ടുപോകാം. മോന് സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി. മോന്റെ സന്തോഷത്തിൽ ഉമ്മയും ഐമയും പങ്കുചേർന്നു. ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിക്ക് മോനെന്ന് വെച്ചാൽ ജീവനാണ്. എന്തൊരു സ്നേഹം! എപ്പോഴും കൂടെ നടക്കും, ഭക്ഷണം കൊടുക്കും, വസ്ത്രം കഴുകി കൊടുക്കും, കുളിപ്പിക്കും, കിടത്തിയുറക്കും. എന്തൊരു കൂട്ടുകെട്ടും സ്നേഹവും! അബ്ദുൽ മുത്തലിബും മോനും തമ്മിൽ വല്ലാതെ അടുത്തുപോയി. പിരിഞ്ഞിരിക്കാൻ വയ്യ. എപ്പോഴും കുട്ടി സമീപത്ത് വേണം. അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോയാൽ ആവശ്യം കഴിഞ്ഞ് വേഗമെത്തും മോനെ കാണാൻ. യസ്രിബിൽ പോയാൽ കുറെ നാളത്തേക്ക് കാണാൻ കഴിയില്ല. ഓർത്തപ്പോൾ മനസ്സിൽ നിറയെ ദുഃഖം. എന്നാലും പോയി വരട്ടെ, ദുഃഖം സഹിക്കാം. യാത്രയുടെ ദിവസം നിശ്ചയിച്ചു. ഒരുക്കം തുടങ്ങി.
അങ്ങനെ കാത്തിരുന്ന ദിനം പുലർന്നു. ഒട്ടകവും ഒട്ടകക്കാരനും തയ്യാറായി. അബ്ദുൽ മുത്തലിബ് മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വേദനയോടെ യാത്ര പറഞ്ഞു. ഉപ്പാപ്പയെ പിരിയാൻ മോനും വല്ലാത്ത വിഷമം തന്നെ. ഞങ്ങൾ പോയി വരട്ടെ, ആമിന റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നോക്കി നിൽക്കെ ഒട്ടകം മുന്നോട്ട് നീങ്ങി. എല്ലാ കൽബുകളും തേങ്ങുകയായിരുന്നു. എല്ലാവരുടെയും ചിന്തകൾ 6 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പറന്നുപോയി. കച്ചവടത്തിന് പോയ അബ്ദുള്ള യസ്രീബിൽ വെച്ചുണ്ടായ അദ്ദേഹത്തിന്റെ മരണം. ആ ഖബറിടം സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ബന്ധുക്കളിൽ പലരും ഖബർ സന്ദർശിച്ചിരുന്നു. ഇപ്പോഴിതാ സ്വന്തം മകനും പുറപ്പെട്ടിരിക്കുന്നു. മറക്കാനാവാത്ത യാത്ര, മരുഭൂമിയിലൂടെയുള്ള ദീർഘമായ യാത്ര. അന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. മാതാവിനോടൊപ്പമുള്ള യാത്ര. ദിനരാത്രങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. യാത്രക്കാർ യസ്രീബിലെത്തി. ബനു നജാർ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി. കുടുംബാംഗങ്ങൾ ആഗതരെ കണ്ട് അന്തം വിട്ടു നിന്നുപോയി. അവർക്ക് സന്തോഷം അടക്കാനായില്ല. 6 വയസ്സുകാരനെയും ഉമ്മയെയും അവർ സ്വീകരിച്ചു. ഉമ്മോയിമൻ എന്ന പെൺകുട്ടിയെ അവർ പരിചയപ്പെട്ടു. ഉമ്മയും മകനും ആ ഖബറിനരികിൽ ചെന്ന് നിന്നു. മകൻ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നു. വെളുത്ത മുഖം വാടിയിരിക്കുന്നു. മനസ്സിൽ ഓർമ്മകളുടെ തള്ളൽ. യാത്ര പറഞ്ഞു പോയതാണ്. അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും കാതിൽ മുഴങ്ങുന്നു. കച്ചവടം കഴിഞ്ഞ് ഞാനിങ്ങ് വേഗമെത്തും, എന്റെ അരികിൽ ഓടിയെത്തുമെന്ന് പറഞ്ഞു പോയ ആൾ ഇതാ ഇവിടെ വരെ എത്തിയേയുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രം ഒന്നിച്ച് താമസിച്ച ശേഷം തന്നെ വിട്ടുപോയ പുതുമാരൻ ഇതാ കിടക്കുന്നു ഈ ഖബറിൽ. നിയന്ത്രണം വിട്ടുപോയി. കണ്ണീർ ചാലുകൾ ഒഴുകി. വെളുത്ത കവിളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ തുള്ളികൾ ഖബറിന് മുകളിലേക്ക് വീണു ചിതറി. ഉമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ മോനും കഴിയുന്നില്ല. മകനും കരഞ്ഞുപോയി. ദുഃഖമെന്താണെന്ന് കുട്ടി അറിയുന്നു. വിരഹവേദനയറിയുന്നു. കണ്ണീരും നെടുവീർപ്പും എന്താണെന്ന് അറിയുന്നു. ഉമ്മോയ്മൻ ആ ദുഃഖത്തിന് സാക്ഷിയായി. കണ്ണീർ കണങ്ങൾക്കും നെടുവീർപ്പുകൾക്കും സാക്ഷി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ പ്രദേശം 6 വയസ്സുകാരൻ ഓടി നടന്ന് കാണുന്നു. ബന്ധുക്കൾക്ക് കുട്ടിയെ കണ്ടിട്ടും മതി വരുന്നില്ല. കുട്ടിയുടെ ഓരോ അവയവവും അവർ കൗതുകത്തോടെ നോക്കി കാണുന്നു. നെറ്റിത്തടം, പുരികങ്ങൾ, കവിൾത്തടം, ചുണ്ടുകൾ, ദന്തനിരകൾ, കഴുത്ത്, കൈകാലുകൾ എല്ലാം എത്ര അഴകായി സൃഷ്ടിച്ചിരിക്കുന്നു. കുട്ടിയുടെ അംഗചലനങ്ങൾ, സംസാര രീതി, മുഖഭാവം സാധാരണ കുട്ടികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത. ബന്ധുക്കളെയെല്ലാം പരിചയപ്പെട്ടു. സ്ഥലങ്ങളും പരിചയപ്പെട്ടു. കുട്ടികൾക്കൊപ്പം നീന്തൽ പഠിക്കാൻ പോയി. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ. ബന്ധുക്കളുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു. ഇനി മടക്കയാത്ര. ബന്ധുക്കളോട് യാത്ര പറച്ചിൽ, വേർപാടിന്റെ വേദന, കണ്ടുമുട്ടലുകൾ, ഒന്നിച്ചുള്ള ജീവിതം, അതിന്റെ സുഖദുഃഖങ്ങൾ, പിന്നെ വേർപിരിയൽ. 6 വയസ്സുകാരൻ അതെല്ലാം അനുഭവിച്ചറിഞ്ഞു. അവർ ഒട്ടകക്കട്ടിലിൽ കയറി. ബന്ധുക്കൾ ചുറ്റും കൂടി. അടുത്ത കൊല്ലം വരണം. ബന്ധുക്കൾ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. പോയി വരട്ടെ. ഒട്ടകം അങ്ങനെ നീങ്ങി. മടക്കയാത്ര തുടങ്ങിയപ്പോൾ മകന്റെ മനസ്സിൽ ഒരു മാസത്തെ ജീവിതാനുഭവങ്ങൾ തെളിഞ്ഞു നിന്നു. കരിമലകൾ അകന്നുപോയി. അപ്പോൾ മകൻ ഉപ്പൂപ്പയെ ഓർക്കുന്നു. എനിക്ക് ഉപ്പൂപ്പയെ കാണണം, കണ്ടിട്ട് എത്ര നാളായി. അങ്ങെത്തട്ടെ മോനെ. മോൻ വേദന അടക്കി ഒട്ടകപ്പുറത്തിരുന്നു. കുറെ ദൂരം യാത്ര ചെയ്തു. അങ്ങനെ അവർ അബവാ എന്ന ദേശത്തെത്തി. മോൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മയുടെ മുഖം വാടിയിരിക്കുന്നു. മുഖത്ത് നല്ല ക്ഷീണം. ഒട്ടകപ്പുറത്ത് ഇരിപ്പുറക്കുന്നില്ല. ഉമ്മയ്ക്കിത് എന്തു പറ്റി? ഉമ്മ, മകൻ വേദനയോടെ വിളിച്ചു. ഉമ്മാക്ക് വെയ്യ മോനെ. നേർത്ത ശബ്ദം. ഒട്ടകം മുട്ടുകുത്തി. യാത്ര നിർത്തി അവർ താഴെ ഇറങ്ങി. ഉമ്മ താഴെ കിടന്നു. വെള്ളം കുടിച്ചു. ക്ഷീണം കുറയുന്നില്ല. 6 വയസ്സുകാരന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ഉമ്മ എഴുന്നേൽക്കാത്തതിന്റെ. ഉമ്മ എഴുന്നേറ്റിട്ട് വേണം യാത്ര തുടരാൻ. യാത്ര ചെയ്താലല്ലേ മക്കത്തെത്തൂ. മക്കത്തെത്തിയാലല്ലേ ഉപ്പൂപ്പയെ കാണാൻ പറ്റൂ. മകൻ വെപ്രാളത്തോടെ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ്. ഉമ്മ കണ്ണു തുറന്നു. മകനെ നോക്കി. പിന്നെ ഉമ്മോയ്മൻ എന്ന പെൺകുട്ടിയെ നോക്കി. ഇരുവരും സമീപത്ത് തന്നെയുണ്ട്. ഉമ്മയുടെ തളർന്ന കൈകൾ ചലിച്ചു. പൊന്നുമോന്റെ കൈ പിടിച്ചു. അത് ഉമ്മോയ്മന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഈ കിടപ്പിൽ ഞാനെങ്ങാനും മരിച്ചുപോയാൽ എന്റെ പൊന്നുമോനെ അവന്റെ ഉപ്പൂപ്പയുടെ കയ്യിൽ കൊണ്ടു ചെന്ന് ഏൽപ്പിക്കണം. അവർ ഞെട്ടിപ്പോയി. എന്താണ് ഉമ്മ പറഞ്ഞത്? മോനുമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഉമ്മോയ്മനും കരച്ചിലടക്കാനായില്ല. ദുഃഖം തളം കെട്ടി നിന്നു. അവിടെ മരണത്തിന്റെ കാലൊച്ച. 20 വയസ്സുള്ള ആമിന റളിയല്ലാഹു അൻഹ മോനെ കണ്ട് കൊതി തീർന്നില്ല. കണ്ണുകൾ തളരുന്നു. നെറ്റിത്തടം വിയർക്കുന്നു. ശ്വാസം നിലച്ചു. കണ്ണുകൾ അടഞ്ഞു. ശരീരം നിശ്ചലമായി. കുട്ടി മരണം കൺമുന്നിൽ കണ്ടു. പിതാവിനെ കണ്ടിട്ടില്ല. ഖബറിടം കണ്ടു. അതിന്റെ ദുഃഖവും സഹിച്ചു. ഏറെ കഴിയും മുമ്പ് മാതാവും ഇതാ ചലനമറ്റ് കിടക്കുന്നു. ഇനിയുള്ള യാത്രയിൽ അവർ കൂട്ടിനില്ല. ആമിന റളിയല്ലാഹു അൻഹയുടെ ജനാസ അവിടെ ഖബറടക്കപ്പെട്ടു. 6 വയസ്സുകാരൻ ദുഃഖം കടിച്ചമർത്തി. വീണ്ടും യാത്ര. മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടി. മാതാവിന്റെ മരണരംഗം കൺമുന്നിൽ നിന്നും മായുന്നില്ല. ഒട്ടകം വന്നു. ഒട്ടകക്കട്ടിലിൽ നിന്നും പൊന്നുമോനും ഉമ്മോയ്മനും ഇറങ്ങി വന്നു. 6 വയസ്സുകാരന്റെ കരയുന്ന കണ്ണുകൾ. ഉപ്പൂപ്പ. കുട്ടി നിയന്ത്രണം വിട്ട് കരഞ്ഞു. പൊന്നുമോനെ. മോനും ഉപ്പാപ്പയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്റെ റബ്ബേ, എന്റെ മോന്റെ ഗതി. അബ്ദുൽ മുത്തലിബിന് കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും വർദ്ധിച്ചു. ഇനി കുട്ടിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവർ ഒരേ പാത്രത്തിൽ നിന്നും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും. ഒന്നിച്ച് നടക്കാനിറങ്ങും. ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങും. കുട്ടിയെ വിട്ടുപിരിയാനാവുന്നില്ല. അങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി. കുട്ടിക്ക് 8 വയസ്സായി. ബഹുമാന്യനായ അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു.
ആളുകൾ ഓടിക്കൂടി. അവർ കണ്ട കാഴ്ച എന്താണ്? മയ്യത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന 8 വയസ്സുള്ള കുട്ടി. ദുഃഖത്തിന്മേൽ ദുഃഖം. മക്കയുടെ നേതാവിന് ഖബർ തയ്യാറായി. മയ്യത്ത് കട്ടിൽ നീങ്ങിയപ്പോൾ കുട്ടി പിന്നാലെ നടക്കുന്നു. ഖബറടക്കം കഴിഞ്ഞു. ഒഴിഞ്ഞ മയ്യത്ത് കട്ടിലുമായി ജനങ്ങൾ മലയിറങ്ങി വരുമ്പോൾ പലരും കുട്ടിയെ ശ്രദ്ധിച്ചു. ഉപ്പൂപ്പയുടെ ഖബറിന് നേരെ പലതവണ തിരിഞ്ഞു നോക്കിക്കൊണ്ട് 8 വയസ്സുകാരൻ നടന്നു വരുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി. ഉപ്പൂപ്പയെ കെട്ടിപ്പിടിച്ച് താനും ഈ കട്ടിലിലാണ് കിടന്നത്. ഇതാ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നു, എന്റെ ഉപ്പൂപ്പ പോയി. അങ്ങനെ 4 വർഷങ്ങൾ പിന്നിട്ടു. അന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെയും ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെയും പൊന്നോമന പുത്രന് 12 വയസ്സായി. ഷാമിലേക്കുള്ള കാഫില പുറപ്പെടാൻ സമയമായി. കൊല്ലത്തിലൊരിക്കൽ അബൂ ത്വാലിബും കാഫിലയോടൊപ്പം പോകും. ഞാനും വരാം, കുട്ടിയുടെ ആവശ്യം. പൊന്നുമോനെ, മോനെ കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കാനാവില്ല, വളരെ പ്രയാസമാണ്, മോൻ ഇവിടെ ഇരുന്നാൽ മതി. അബൂ ത്വാലിബ് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ നോക്കി. അതൊന്നും സാരമില്ല, ഞാൻ വരാം, കുട്ടി നിർബന്ധം പിടിച്ചു. അബൂ ത്വാലിബ് വല്ലാതെ വിഷമിച്ചു. കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, മരുഭൂമിയിലെ ദീർഘയാത്രയാണ്. കൊണ്ടുപോകാതിരുന്നാൽ കുട്ടിയുടെ മനസ്സ് വേദനിക്കും. എന്ത് വേണം, കുട്ടിയെ വേദനിപ്പിച്ചുകൂടാ, മോനെയും കൂടി കൊണ്ടുപോകാം. കുട്ടിക്ക് സന്തോഷമായി. അങ്ങനെ കാഫില പുറപ്പെട്ടു. അബൂ ത്വാലിബ് തന്റെ അരികിൽ തന്നെ കുട്ടിയെ ഇരുത്തി. ഈ യാത്രയും കുട്ടിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബൂ ത്വാലിബ് ആ സ്ഥലത്തെക്കുറിച്ച് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കും. കേട്ടതെല്ലാം ഓർമ്മയിൽ വെക്കും. സന്തോഷകരമായ യാത്ര. യാത്രക്കാർ ബുസ്ര എന്ന സ്ഥലത്തെത്തി. അവർ അവിടെ അല്പനേരം വിശ്രമിച്ചു. ഒരു ക്രിസ്തീയ പുരോഹിതൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബുഹൈറ. പൂർവ്വവേദങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് ബുഹൈറ. അതിലെ സൂചനകൾ വെച്ച് നോക്കിയാൽ ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട്. ബുഹൈറ അബൂ ത്വാലിബിന്റെ മുന്നിലെത്തി. എന്നിട്ടൊരു ചോദ്യം, ഏതാണ് ഈ കുട്ടി? എന്റെ മകൻ, അബൂ ത്വാലിബ് പറഞ്ഞു. നിങ്ങളുടെ സ്വന്തം മകനോ? ബുഹൈറ ചോദിച്ചു. അബൂ ത്വാലിബ് എന്തോ ആലോചിക്കുന്നു. നിങ്ങളുടെ മകനാകാൻ വഴിയില്ല, പറയൂ, ഈ കുട്ടിയുടെ പിതാവ് ആരാണ്? ബുഹൈറ തറപ്പിച്ചു ചോദിച്ചു. എന്റെ സഹോദരപുത്രനാണ്, അബൂ ത്വാലിബ് പറഞ്ഞു. നിങ്ങളുടെ സഹോദരൻ എവിടെ? മരിച്ചുപോയി. എപ്പോൾ? ഈ കുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പ്. എങ്കിൽ ഈ കുട്ടി അത് തന്നെ. എന്താ പറഞ്ഞത്? ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. ഈ കുട്ടിയിൽ പ്രവാചക ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. ശത്രുക്കൾ ഈ കുട്ടിയെ കാണാൻ ഇടവന്നാൽ ഉപദ്രവിക്കും. ഉടനെ തിരിച്ചു പോകണം. ശത്രുക്കൾ കാണാൻ ഇടയാവരുത്. അബൂ ത്വാലിബ് ഭയന്നുപോയി. പിന്നീടെല്ലാം ധൃതി പിടിച്ചായിരുന്നു. ഷാമിലെത്തി. കച്ചവട കേന്ദ്രങ്ങൾ ഉണർന്നു. വ്യാപാര കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് അവർ വേഗം മടങ്ങി. കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠയായി. ശത്രുക്കൾ കാണാതെ നോക്കണം. അവർ കുട്ടിയെ തിരിച്ചറിയും. പൊന്നുമോനെയും കൊണ്ട് മക്കയിൽ തിരിച്ചെത്തിയിട്ടേ ആശ്വാസമാവുകയുള്ളൂ. ഇനി ദൂരയാത്രക്കൊന്നും അയക്കരുത് എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. കുട്ടി ഇടയ്ക്കൊക്കെ വീട്ടിലെ കുട്ടികളോടൊപ്പം ആടിനെ മേക്കാൻ പോകുമായിരുന്നു. ഉന്നത കുടുംബത്തിലെ കുട്ടികളും മേച്ചിൽ സ്ഥലത്തുണ്ടാകും. മക്കാർക്കൊക്കെ അബ്ദുള്ളയുടെ പുത്രനോട് വലിയ സ്നേഹമാണ്. ഒരു ബഹളത്തിനും പോകില്ല. ആളുകളെ സഹായിക്കും. സത്യം മാത്രമേ പറയുകയുള്ളൂ. മക്കാർ ആ കുട്ടിയെ അൽ അമീൻ എന്ന് വിളിച്ചു. അൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്നറിയില്ലേ? വിശ്വസ്തൻ. വാക്കുകൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാം, കള്ളം പറയില്ല. മക്കയിൽ ധാരാളം ഗോത്രങ്ങളുണ്ട്. അവർ ഇടയ്ക്കിടെ ബഹളം വെക്കും. നിസ്സാര കാരണം മതി അടിപിടി കൂടും. എല്ലാവർക്കും പ്രതികാര ചിന്തയാണ്. അതില്ലാത്തവർ കുറവാണ്. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയും, ഇങ്ങോട്ടിടിച്ചാൽ അങ്ങോട്ടും ഇടിക്കും. ഗോത്രങ്ങൾക്കിടയിൽ പ്രതികാര ചിന്ത വളരെ ശക്തമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 14 വയസ്സുള്ളപ്പോൾ വലിയൊരു യുദ്ധം നടന്നു. 4 വർഷം നീണ്ടുനിന്ന യുദ്ധം, ഫിജാർ യുദ്ധം. ഖുറൈശ്, ഖൈസ് എന്നീ ഗോത്രങ്ങൾ തമ്മിൽ നടന്ന യുദ്ധം. നീതി ഖുറൈശികളുടെ ഭാഗത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന്മാരായിരുന്നു യുദ്ധത്തിന് നേതൃത്വം വഹിച്ചിരുന്നത്. അമ്പുകൾ പെറുക്കി കൊടുക്കുക എന്ന ജോലി അന്ന് അൽ അമീനും ചെയ്തിരുന്നു. ഖുറൈശികളുടെ പതാക വഹിച്ചിരുന്നത് സുബൈർ എന്ന പിതൃവ്യനായിരുന്നു. യുദ്ധം മൂലം നാട് നശിച്ചു. മക്കയുടെ പ്രതാപത്തിന് മങ്ങലേറ്റു. സർവത്ര ദാരിദ്ര്യം പടർന്നു. കൊല്ലപ്പെട്ടവർ നിരവധിയാണ്. അവരുടെ മക്കളെ നോക്കാൻ ആളില്ല. അവർ നാഥനില്ലാതെ അലഞ്ഞു നടന്നു. അവരെ പലരും ആക്രമിച്ചു. ഈ അവസ്ഥ അൽ അമീൻ എന്ന കുട്ടിയെ വളരെയധികം വേദനിപ്പിച്ചു. തന്റെ സമപ്രായക്കാരുടെ കഷ്ടപ്പാടുകൾ ആ കുട്ടി ആശങ്കയോടെ നോക്കി നിന്നു. കൊല്ലപ്പെട്ടവരുടെ വിധവകളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഒരു യുദ്ധത്തിന്റെ കെടുതികൾ നേരിൽ കണ്ടു. മറക്കാനാവാത്ത ദുരിതങ്ങൾ. വിദേശികൾക്ക് ഖുറൈശികളോടുണ്ടായിരുന്ന ഭയവും ആദരവും പോയി. ഖുറൈശികൾ വളരെയേറെ വേദന സഹിച്ചു. ഉഖാള ചന്തയിൽ വെച്ചാണ് കലഹം പൊട്ടിപ്പുറപ്പെട്ടത്. കാഴ്ബയും അതിന്റെ പരിസര പ്രദേശങ്ങളും അടങ്ങുന്ന ഹറം പുണ്യഭൂമിയായി പണ്ടേ കരുതി പോരുന്നതാണ്. അവിടെ വെച്ച് യുദ്ധവും കലഹവും പാടില്ല. റജബ്, ദുൽഖഅദ്, ദുൽഹിജ, മുഹറം എന്നീ മാസങ്ങൾ വളരെ വിശുദ്ധമാണ്. യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണെന്ന് പൗരാണികമായി തന്നെ വിശ്വസിച്ചു വന്നിരുന്നു. ഫിജാർ യുദ്ധം എല്ലാ പാരമ്പര്യങ്ങളും തകർത്ത് കളഞ്ഞു. മാസങ്ങളുടെ മാന്യത പോലും കളങ്കപ്പെടുത്തി. ഇത് അധാർമിക യുദ്ധമാണ്. ഫിജാർ യുദ്ധം എന്ന പേരിന്റെ അർത്ഥം തന്നെ അതാണ്. മക്കയിൽ നാശം വിതച്ച ഫിജാർ യുദ്ധം. മക്ക പട്ടണത്തിന് നേരെ ആക്രമണം നടത്താൻ മുമ്പെങ്ങും ഒരു ഗോത്രക്കാരും തിരിഞ്ഞിട്ടില്ല. അറബ് ഗോത്രങ്ങൾ ഇപ്പോൾ അതിന് ധൈര്യപ്പെട്ടിരിക്കുന്നു. മക്കയിൽ വെച്ച് യാത്രക്കാർ ആക്രമിക്കപ്പെടാറില്ല. വിദേശികളെ ഉപദ്രവിക്കാറില്ല. ഇപ്പോൾ ധിക്കാരികൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സബീദ് ഗോത്രക്കാരനായ ഒരു കച്ചവടക്കാരൻ മക്കയിൽ വന്നു. ആരോ അയാളെ ആക്രമിച്ചു. കൈവശമുള്ള വസ്തുക്കളൊക്കെ തട്ടിപ്പറിച്ചു.
അയാൾ ഖുറൈശികളുടെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞു. ഈ സംഭവം ഖുറൈശികളെ ഇരുത്തി ചിന്തിപ്പിച്ചു. അനാഥകളും വിധവകളും സംരക്ഷിക്കപ്പെടണം, യാത്രക്കാർ ആക്രമിക്കപ്പെടരുത്, മക്ക പട്ടണത്തെ ആക്രമിക്കരുത്. ഇത് സാധ്യമാക്കാൻ എന്തു ചെയ്യണം? ഖുറൈശി പ്രമുഖർ അബ്ദുല്ലാഹിബിനു ജുദ്ആന്റെ വീട്ടിൽ സമ്മേളിച്ചു. ദീർഘമായി ചർച്ച നടത്തി ചില തീരുമാനങ്ങൾ എടുത്തു. ബനു ഹാഷിം, ബനു മുത്തലിബ്, ബനു അബ്ദുമനാഫ്, ബനു സഅദ്, തൈമുബിനു മുറ എന്നീ കുടുംബങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. അൽ അമീൻ എന്ന ചെറുപ്പക്കാരനും ആ ചർച്ചയിൽ പങ്കെടുത്തു. അവർ അവിടെ വെച്ച് തീരുമാനങ്ങൾ എടുത്തു. മക്കയിൽ വെച്ച് സ്വന്തം കുടുംബക്കാരോ അല്ലാത്തവരോ ആക്രമിക്കപ്പെടരുത്. വഴിയാത്രക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ്. മർദ്ദിതനു സംരക്ഷണം നൽകും. മർദ്ദിക്കപ്പെടുന്നവരെ സഹായിക്കും. അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടും വരെ സമരം ചെയ്യും. ഈ ഉടമ്പടിക്ക് ഹിൽഫുൽ ഫുലൂൽ എന്ന് പറയുന്നു. പിതൃവിനായ സുബൈറിനോടൊപ്പം ബാലനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉടമ്പടി തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചു. പിൽക്കാലത്ത് ഹിൽഫുൽ ഫുലൂലിനെ പുകഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഹിൽഫുൽ ഫുലൂലിനെ ഞാൻ മേത്തരം ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ക്ഷണം കിട്ടിയാൽ ഇനിയും ഞാൻ സ്വീകരിക്കും. ഈ ഉടമ്പടി സംരക്ഷിക്കാൻ ഖുറൈശി കബീലയിലെ എല്ലാ കുടുംബങ്ങളും യോജിച്ചു നിന്നു. അത് കാരണം അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണം ലഭിച്ചു. മക്കയിൽ വെച്ച് പിന്നീട് ആക്രമണങ്ങൾ നടന്നില്ല. സമാധാനത്തിന്റെ കാലഘട്ടം വന്നു. അബൂ താലിബാണ് അന്ന് മക്കയുടെ പ്രധാന നായകൻ. ഫിജാർ യുദ്ധം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. മക്കയുടെ നാശം തന്റെ അധികാരത്തെ തകിടം മറിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. സമാധാന കരാറിലൂടെ കാര്യങ്ങൾ പുരോഗമിച്ചു വന്നതോടെ അദ്ദേഹത്തിന് ആശ്വാസമായി. ഒരു ഖുറൈശി പ്രമാണിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പേര് അസ്വ. ഒട്ടകപ്പുറത്ത് ചരക്കുമായി വന്ന ഒരു കച്ചവടക്കാരനെ അസ്വ കണ്ടു. ചരക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വാങ്ങാൻ മോഹം ഉദിച്ചു. നിങ്ങളുടെ പേരെന്താണ്? അസ്വ കച്ചവടക്കാരനോട് ചോദിച്ചു. എന്റെ പേര് സുബൈദി, കച്ചവടക്കാരൻ പറഞ്ഞു. കച്ചവട ചരക്ക് പരിശോധിച്ച ശേഷം അസ്വ പറഞ്ഞു, നിങ്ങളുടെ ചരക്ക് എനിക്ക് വേണം, നിങ്ങൾ വില പറയൂ. സുബൈദി തന്റെ ചരക്കിന് വില പറഞ്ഞു. അസ്വ സമ്മതിച്ചു. ചരക്ക് കൈമാറി. പക്ഷേ റൊക്കം തരാനില്ല, കടം തരണം. അസ്വ നേതാവാണ്, പ്രസിദ്ധനും ധനികനുമാണ്. പണം ഉടനെ കിട്ടുമെന്നായിരുന്നു സുബൈദിയുടെ പ്രതീക്ഷ. കടം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി. എങ്കിലും അദ്ദേഹം സമ്മതിച്ചു. അവധിയും പറഞ്ഞല്ലോ, പറഞ്ഞ അവധിക്ക് പണം കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ മടങ്ങിപ്പോയി. നിശ്ചിത ദിവസം സുബൈദി അസ്വയുടെ വീട്ടിലെത്തി. എന്റെ ചരക്കിന്റെ വില തന്നാലും? സുബൈദി വിനയപൂർവ്വം അപേക്ഷിച്ചു. പ്രിയപ്പെട്ട സുബൈദി, പണമൊന്നും വന്നില്ലല്ലോ, കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. അസ്വ മറ്റൊരു അവധി പറഞ്ഞു. സുബൈദി എന്ത് ചെയ്യും? ശക്തനായ നേതാവല്ലേ അസ്വ. സുബൈദി മടങ്ങിപ്പോയി വളരെ ദുഃഖത്തോടെ. പലതവണ സുബൈദി വന്ന് അസ്വനെ കണ്ടു. പണം കിട്ടിയില്ല. നിരാശനായ കച്ചവടക്കാരൻ പല ഖുറൈശി നേതാക്കളെയും കണ്ടു. അവരോട് പരാതി പറഞ്ഞു. ആരും സുബൈദിയുടെ ദുഃഖം കണ്ടില്ല. പ്രമുഖനായ അസ്വനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ പോലും അവർ തയ്യാറായില്ല. സുബൈദി നിരാശനായി. ഇനി ആരോട് പറയും? ചില തറവാട്ടുകാരെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ സങ്കടം പറഞ്ഞു. അസ്വന്റെ കയ്യിൽ നിന്നും ചരക്കുകളുടെ വില വാങ്ങിത്തരണം. അവരിൽ ചിലരുടെ മനസ്സലിഞ്ഞു. മക്കാരനില്ലാത്ത ഒരാളാണ് സുബൈദി. ആ കാരണം കൊണ്ട് ഇത്രയും ക്രൂരത കാണിക്കാമോ? ഇത് അക്രമമല്ലേ? സുബൈദിയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചില തറവാട്ടുകാർ യോഗം ചേർന്നു. ഹാഷിം, മുത്തലിബ്, അസദ്, സുഹറ എന്നീ തറവാട്ടുകാരാണ് ഒത്തുകൂടിയത്. അബ്ദുല്ലാഹിബിനു ജുദ്ആൻ എന്ന പ്രമുഖന്റെ വീട്ടിൽ അവർ സമ്മേളിച്ചു. കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. സുബൈദിയുടെ അവകാശം പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അൽ അമീനും അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആക്രമിക്കപ്പെട്ടവനെ നാം സഹായിക്കും, അവൻ മക്കക്കാരനോ വിദേശിയോ ആരുമാകട്ടെ. യോഗം അവിടുന്ന് പ്രഖ്യാപിച്ചു. നേതാക്കൾ ഒന്നിച്ചിറങ്ങി സുബൈദിയെയും കൂട്ടി നേരെ അസുയുടെ വീട്ടിലേക്ക് നടന്നു. അസു, താങ്കൾ ഒരു ഖുറൈശി പ്രമുഖനാണ്. ചരക്ക് വാങ്ങിയിട്ട് വില നൽകാതിരിക്കുക എന്നത് വളരെയധികം അക്രമമാണ്. മര്യാദക്ക് സുബൈദിയുടെ ചരക്കിന് വില നൽകൂ. ചരക്കിന് വില നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിക്കും. ഇത് നിസ്സാര കാര്യമല്ല. അസു പിന്നെ മടിച്ചു നിന്നില്ല. സുബൈദിക്ക് പണം നൽകി. അൽ അമീൻ അന്ന് വളരെയധികം സന്തോഷവാനായിരുന്നു. ആക്രമിക്കപ്പെട്ട സുബൈദിയുടെ അവകാശത്തിന് വേണ്ടി രംഗത്തിറങ്ങിയവരെ പ്രവാചകൻ പിൽക്കാലത്ത് പ്രശംസിക്കുകയുണ്ടായിരുന്നു. മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു അത്. ആക്രമിക്കപ്പെട്ടവന്റെ അവകാശം നേടിക്കൊടുക്കാനുള്ള ധീരമായ സംഭവം, ധീരമായ പ്രതിജ്ഞ. ഇസ്ലാമിക കാലത്തും അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. സ്വഹാബികൾ ഈ സംഭവം അഭിമാനപൂർവ്വം തങ്ങളുടെ കൂട്ടുകാരെ അറിയിച്ചു. അങ്ങനെ സംഭവം പ്രസിദ്ധിയായി തീർന്നു, ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. അബൂ താലിബിന് വാർദ്ധക്യം ബാധിച്ചു. തൊഴിലെടുക്കാൻ പ്രയാസമായി. വരുമാനം കുറഞ്ഞു. ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി. ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുത്തു. ആടിനെ മേക്കലും കച്ചവടവുമാണ് പ്രധാന ജോലികൾ. സ്വന്തം കുടുംബത്തിലെ ആടുകളെ മേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പകാലം മുതൽക്ക് തന്നെ പോകുമായിരുന്നു. വളർന്നപ്പോൾ മക്കക്കാരായ ചിലരുടെ ആടുകളെ മേക്കുവാൻ നബി തങ്ങൾ പോയി. മറ്റുള്ളവരുമായി ചേർന്ന് ചില കച്ചവടങ്ങൾ നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമായിരുന്നു ചില കച്ചവടങ്ങൾ നടത്തിയത്. കച്ചവട യാത്രകളും അദ്ദേഹം നടത്തി. മറ്റു പലരുമായി കൂട്ടുകച്ചവടവും നടത്തിയിട്ടുണ്ട്. നബി തങ്ങൾ കൂട്ടുകൂടാൻ ഏറ്റവും പറ്റിയ ആളാണ്.
കച്ചവടം നടത്തിയ ചിലർ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വിശ്വസ്തനാണെന്ന് പരക്കെ നബി തങ്ങൾ അറിയപ്പെട്ടു. മക്കയിലെ ധനികനായ കച്ചവടക്കാരിയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഉന്നത തറവാട്ടിൽ ജനിച്ച വനിത 2 തവണ വിവാഹിതരായിട്ടുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്നും ധാരാളം സ്വത്ത് കിട്ടി. പാരമ്പര്യമായും കുറെ സമ്പത്തുണ്ട്. കച്ചവടത്തിൽ നിന്നും നല്ല ലാഭവും കിട്ടി. ഏറെ സമ്പന്നയാണ് അവർ. ഷാമിലേക്ക് വമ്പിച്ചൊരു കാഫിലെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഖദീജ ബീവി. വിശ്വസ്തനായൊരു മാനേജറെ അന്വേഷിക്കുകയാണ് അവർ. ഒരു ദിവസം അബൂ താലിബ് സഹോദരപുത്രനോട് പറഞ്ഞു, മകനെ, ഖദീജ വ്യാപാരി യാത്ര നടത്താൻ ഒരാളെ അന്വേഷിക്കുന്നു. ഞാൻ നിന്റെ കാര്യം അവരോട് സംസാരിക്കട്ടെ? അത് കേട്ടപ്പോൾ സഹോദരപുത്രൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. തനിക്ക് 25 വയസ്സായി, നല്ല ജോലി വേണം. ഏതായാലും ഇക്കാര്യം സംസാരിക്കാം. മോനെ, കാലം നമുക്ക് അനുകൂലമല്ല. ഞാൻ വൃദ്ധനായി. നിനക്കൊരു ജോലി വേണ്ടേ? എനിക്കൊരു ജോലി വേണം. അങ്ങ് പോയി സംസാരിക്കൂ. അബൂ താലിബ് വീട്ടിൽ നിന്നിറങ്ങി. പഴയതുപോലെ സഞ്ചരിക്കാനൊന്നും പറ്റുന്നില്ല. ഖദീജയുടെ വീട്ടിലെത്തി. മക്കയുടെ നായകൻ തന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഖദീജക്ക് വലിയ സന്തോഷമായി. ഖദീജ, നിങ്ങൾ കച്ചവട യാത്ര നടത്താൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ മുഹമ്മദിനെ ഏർപ്പെടുത്തി തരാം. നീ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഞാൻ അറിഞ്ഞു. മുഹമ്മദിന് കുറച്ച് കൂടുതൽ നൽകണം. തീർച്ചയായും ഞാനത് ചെയ്യാം. ഖദീജ സമ്മതിച്ചു. അബൂ താലിബ് അവിടെ നിന്നിറങ്ങി നേരെ വീട്ടിൽ ചെന്ന് സഹോദരപുത്രനോട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഖദീജയോട് സംസാരിച്ചു. നിന്നെ കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാമെന്നും അവർ സമ്മതിച്ചു. നല്ല പ്രതിഫലവും കിട്ടും. അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണിതെന്ന് നീ കരുതിക്കോളൂ. ഖദീജക്ക് ബുദ്ധിമാനായ ഒരു അടിമയുണ്ടായിരുന്നു. കച്ചവട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാണവർ. പേര് മൈസറ. അങ്ങനെ കാഫില പുറപ്പെടുകയായി. അൽ അമീൻ കച്ചവട സംഘത്തെ നയിക്കുന്നു. മൈസർ കൂടെയുണ്ട്. ഷാമിലേക്കുള്ള 2ാം യാത്ര. 12ാം വയസ്സിലെ യാത്രയിൽ കണ്ട സ്ഥലങ്ങൾ വീണ്ടും കൺമുന്നിൽ തെളിയുന്നു. വാദിൽ ഖുറ, മൈദൻ, സമൂദ് ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മൈസറയുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. അൽ അമീൻ സഞ്ചരിക്കുമ്പോൾ ഒരു മേഘം കൂടെ സഞ്ചരിക്കുന്നു. മേഘത്തിന്റെ തണലിലാണ് എപ്പോഴും. ഇത് മൈസറയെ അത്ഭുതപ്പെടുത്തി. അവർ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ വഴിക്കടവിൽ ഒരു ആശ്രമം കണ്ടു. നസ്തൂറ എന്ന പാതിരിയുടെ ആശ്രമം. പൂർവ്വവേദങ്ങളിലൂടെ അന്ത്യപ്രവാചകന്മാരുടെ ആഗമനത്തെ കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു നസ്തൂറ. ആശ്രമത്തിനു സമീപം കാഫില ഇറങ്ങി. ഒരു മരത്തിന് ചുവട്ടിൽ അൽ അമീനും മൈസറയും ഇരുന്നു. നസ്തൂറ അവരുടെ സമീപത്തേക്ക് നടന്നു വന്നു. അൽ അമീനെ അവർ അടിമുടി നോക്കി. ആ മുഖത്ത് വല്ലാത്തൊരു വിസ്മയം. പേരും പിതാവിന്റെ പേരും മറ്റും ചോദിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നസ്തൂറ പറഞ്ഞു, ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ്. തൗറാത്തിൽ പറഞ്ഞ അതേ പ്രവാചകൻ ഇത് തന്നെയാണ്. മൈസർ അതിശയിച്ചിരുന്നു പോയി. ഒരു പ്രവാചകന്റെ കൂടെയാണോ താൻ യാത്ര ചെയ്യുന്നത്? മേഘം തണലിട്ട് കൊടുക്കുന്നത് വെറുതെയല്ല. മൈസറക്ക് പ്രവാചകനോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനം തോന്നി. അങ്ങനെ അവർ ഷാമിലെത്തി. ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു. അൽ അമീൻ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നതെന്ന് മൈസറ പ്രത്യേകം ശ്രദ്ധിച്ചു. സാധനങ്ങളുടെ മഹിമയൊന്നും അദ്ദേഹം വിളിച്ചു പറയുന്നില്ല. ഉള്ള കാര്യം പറയുന്നു. കിട്ടേണ്ട വില പറയുന്നു. അമിതമായ ലാഭക്കൊതിയൊന്നുമില്ല. സാധനങ്ങൾ വേഗം വിറ്റു തീർന്നു. നല്ല ലാഭവും കിട്ടുന്നു. വിചാരിച്ചതിലും നേരത്തെ കച്ചവടം തീർന്നു. മൈസറക്ക് വീണ്ടും അതിശയമായി. ഖദീജ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മറന്നുപോയില്ല. എല്ലാം കൃത്യമായി വാങ്ങി. മൈസറ പറഞ്ഞു, യജമാനത്തിക്ക് വലിയ സന്തോഷമാകും. അങ്ങനെ മടക്കയാത്ര. അതും വളരെ സന്തോഷകരമായിരുന്നു. ഖദീജ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കാഫില വരുന്നത് കാണാൻ വേണ്ടി മാളികയുടെ മുകൾ തട്ടിലാണ് അവർ നിന്നിരുന്നത്. കാഫില എത്തുന്നതിന് മുമ്പ് തന്നെ മൈസറ വീട്ടിലെത്തി ആഹ്ലാദപൂർവ്വം വിവരങ്ങൾ ഉണർത്തി. യജമാനത്തി, വലിയ അതിശയമായിരിക്കുന്നു. അൽ അമീന്റെ കാര്യം അതിശയം തന്നെ. യാത്രയിലുടനീളം മേഘങ്ങൾ തണലിട്ട് കൊടുത്തു. എങ്ങോട്ട് നീങ്ങിയാലും മേഘം കൂടെയുണ്ടാകും. എന്തൊരു നീതിമാൻ. കച്ചവടം പെട്ടെന്ന് തീർന്നു. വാങ്ങാൻ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നസ്തൂറ പറഞ്ഞ കാര്യവും ധരിപ്പിച്ചു. നോക്കി നോക്കി നിൽക്കെ കാഫില ഇങ്ങെത്തി. ഖദീജ ആഹ്ലാദപൂർവ്വം ഓടിച്ചെന്ന് സ്വീകരിച്ചു. അൽ അമീൻ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എല്ലാം വളരെ സുഖമായിരിക്കുന്നു. വിനീതമായ മറുപടി. വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നോക്കി. എല്ലാം താൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരിക്കുന്നു. അൽ അമീനു നേരത്തെ പറഞ്ഞ പ്രതിഫലം നൽകി. കൂടാതെ കുറെ പാരിതോഷികങ്ങളും. അൽ അമീൻ പോയെങ്കിലും ഖദീജയുടെ മനസ്സിൽ നിന്നും ആ രൂപം മാഞ്ഞുപോയില്ല. ഖുറൈശി പ്രമുഖരായ പല യുവാക്കളും വിവാഹാഭ്യർത്ഥനയുമായി തന്നെ സമീപിച്ചിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞു. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കുന്നു. അൽ അമീൻ എന്ന ചെറുപ്പക്കാരന്റെ രൂപം മനസ്സിനെ തളർത്തുന്നു. മേഘം തണലിട്ട് കൊടുത്ത പുണ്യപുരുഷൻ, വേദഗ്രന്ഥങ്ങൾ പ്രവചിച്ച മഹാത്മാവ്. ആ മഹാത്മാവിന് സേവനമർപ്പിക്കാൻ മനസ്സ് കൊതിക്കുന്നു. ജീവിതം ആ കാൽക്കൽ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ. അപ്പോഴാണ് നുസൈഫയുടെ വരവ്. എന്താണ് ഖദീജ, നിനക്കൊരു വല്ലായ്മ? മുഖം വിവർണമായിരിക്കുന്നു. എന്തു പറ്റി നിനക്ക്? കൂട്ടുകാരി ചോദിച്ചു. ഒന്നുമില്ലടി. ഖദീജ ഒഴിഞ്ഞു മാറി. കൂട്ടുകാരി വിടാൻ ഭാവമില്ല. മനസ്സിലുള്ളത് ഉടനെ അറിയണം. എന്താണെങ്കിലും പറ. പ്രശ്നം എന്തായാലും ഞാൻ പരിഹരിക്കാം. കൂട്ടുകാരി ഉറപ്പു നൽകി. ഇത് നീ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല. നുസൈഫ വീണ്ടും നിർബന്ധിച്ചു. അവസാനം മനസ്സിലെ ചിന്തകൾ നുസൈഫയെ അറിയിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നുസൈഫ പറഞ്ഞു, ഞാൻ ഇതിൽ ഇടപെടാൻ പോവുകയാണ്. അൽ അമീനോട് ഞാൻ സംസാരിക്കും. സമ്മതവും വാങ്ങും. നീ നോക്കിക്കോ. കൂട്ടുകാരി ഇറങ്ങിക്കഴിഞ്ഞു. വേണ്ട നുസൈഫ, കുഴപ്പമുണ്ടാക്കല്ലേ.
നുസൈഫ മക്ക പട്ടണത്തിൽ കറങ്ങി നടന്നപ്പോൾ വഴിയിൽ അൽ അമീനെ കണ്ടുമുട്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വയസ്സ് ഇത്രയുമായില്ലേ, ഇനിയൊരു വിവാഹമൊക്കെ വേണ്ടേ? വിവാഹമോ? എനിക്കോ അതിനുള്ള വകയൊന്നും എന്റെ കൈവശമില്ല. വേണ്ട, നല്ല സൗന്ദര്യവും സമ്പത്തും കുലമഹിമയുമുള്ള ഒരു സ്ത്രീ താങ്കളെ വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്ന് കരുതുക. ആ ക്ഷണം താങ്കൾക്ക് സ്വീകരിച്ചുകൂടെ? അൽ അമീൻ ചിന്താതീതനായി. ആരാണവർ? അൽ അമീൻ അമ്പരപ്പോട് ചോദിച്ചു. ഖദീജ. നുസൈഫ മറുപടി നൽകി. അതെങ്ങനെ നടക്കാനാണ്? അത് നടക്കും, താങ്കളുടെ സമ്മതം കിട്ടിയാൽ മതി. അൽ അമീൻ എതിരൊന്നും പറഞ്ഞില്ല. അപ്പോൾ സമ്മതം തന്നെ. നുസൈഫ സന്തോഷത്തോടെ കൂട്ടുകാരിയുടെ സമീപത്തേക്ക് കൂടി. അൽ അമീൻ അബൂ ത്വാലിബിനെ കാണാൻ പോയി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. മോനെ, ഇതൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഖദീജയുടെ ബന്ധുക്കളുമായി സംസാരിക്കട്ടെ? അൽ അമീൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഖദീജയെ വിവാഹം കഴിക്കുകയോ? അവർ മക്കയിലെ പ്രഭയാണ്, സമ്പന്ന. താനോ ഒരു ദരിദ്രൻ. പിന്നെ എങ്ങനെ ഈ വിവാഹം നടക്കും? ആശങ്കകൾ വേഗം നീങ്ങി. ഈ വിവാഹ കാര്യത്തിൽ ഖദീജ വളരെ സന്തോഷവതിയാണെന്ന് അൽ അമീൻ അറിഞ്ഞു. അബൂ താലിബും ഖദീജയുടെ ബന്ധുക്കളും ചേർന്ന് വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു. വിവാഹത്തിന് വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു. വേണ്ട ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു. വിവാഹ സുദിനം. അൽ അമീൻ ബന്ധുക്കളോടും കൂട്ടുകാരോടുമൊപ്പം ഖദീജയുടെ വീട്ടിലെത്തി. വലിയ മഹർ നൽകിയാണ് വിവാഹം ചെയ്തത്. വിഭവ സമൃദ്ധമായ സദ്യ. കൂട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി. ആചാരമനുസരിച്ച് ഖദീജയുടെ വീട്ടിൽ 3 ദിവസം താമസിക്കണമല്ലോ. അൽ അമീൻ എന്ന ചെറുപ്പക്കാരന് 25 വയസ്സാണ് പ്രായം. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന മണവാട്ടിക്ക് പ്രായം 40. ഒറ്റനോട്ടത്തിൽ അവർ ചെറുപ്പമായിരുന്നു. അവരുടെ അഴകും പെരുമാറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ആകർഷിച്ചു. അൽ അമീനെ ഭർത്താവായി കിട്ടിയതിൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. തന്റെ ശരീരവും തനിക്കുള്ള സ്വത്തും ഖദീജ ബീവി ആ കാൽക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകരുടെ മനം ആഹ്ലാദപൂർണ്ണമാക്കി. അതോടെ അവർ അത്യുന്നത പദവി പ്രാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 35 ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഇനി വിവരിക്കുന്നത്. മക്ക പട്ടണത്തിന്റെ ചുറ്റുപാടും മലകളാണ്. മഴ പെയ്താൽ ഉടനെ വെള്ളപ്പൊക്കമുണ്ടാകും. കഅബാലയം വളരെ താഴ്ന്ന പ്രദേശത്താണ്. പട്ടണത്തിലെ വെള്ളപ്പൊക്കം ഏറെ ശല്യം ചെയ്യുന്നത് ഈ മന്ദിരത്തെയാണ്. അന്നത്തെ കഅബാലയത്തിന്റെ രൂപം എങ്ങനെയായിരുന്നുവെന്ന് കേൾക്കണ്ടേ? വെറും 4 ചുവരുകൾ, മേൽപ്പുരയില്ല. ചുവരുകൾക്കാണെങ്കിൽ ഒരാളുടെ ഉയരമേ ഉള്ളൂ. അതാണ് അന്നത്തെ കെട്ടിടം. മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിൽപ്പെടും. അങ്ങനെ ചുവരുകൾക്ക് വിള്ളൽ വന്നു. കഅബാലയത്തിനടുത്തേക്ക് വെള്ളം കുതിച്ചൊഴുകി വരുന്നത് തടയാൻ കുറെ ആളുകൾ ചേർന്നൊരു ബണ്ട് കെട്ടി. അതിന് കുറെ ധനം ചെലവായി. ബണ്ട് കാണാനും അഭിപ്രായം പറയാനും ധാരാളം ആളുകൾ വന്നു. ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ബണ്ട് പൊളിഞ്ഞുപോയി. കഅബ വെള്ളത്തിൽ തന്നെ. പുറം നാട്ടുകാരൊക്കെ വരുമ്പോൾ കഅബയെ ഇങ്ങനെ കാണുന്നത് മക്കക്കാർക്ക് വലിയ കുറച്ചിലായി. ഇതൊന്ന് പുതുക്കി പണിയണം. കഅബയുടെ പുതുക്കി പണിക്ക് ഹലാലായ പണം തന്നെ വേണം. പലിശ പണം പാടില്ല. ചൂഷണത്തിലൂടെ നേടിയ പണവും പാടില്ല. തട്ടിപ്പറിച്ച പണവും വേണ്ട. അങ്ങനെ ശുദ്ധമായ പണം ശേഖരിച്ചു. പഴയ കെട്ടിടം പൊളിക്കണം. കെട്ടിടം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, 4 ചുവരുകൾ. എന്നിട്ട് പുതിയ ചുവരുകൾ പണിയണം. മേൽപ്പുരയും പണിയണം. കെട്ടിടത്തിന് ഉയരം കൂട്ടണം. അക്കാലത്ത് പുറംനാട്ടിൽ നിന്ന് വന്ന ഒരു കപ്പൽ ജിദ്ദ തുറമുഖത്ത് വെച്ച് തകർന്നു. ഖുറൈശികൾ ആ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങി. കപ്പലിലെ ആശാരിപ്പണിക്കാരന്റെ പേര് പറഞ്ഞു തരാം. ബാക്കുമുറുമി. വിദഗ്ധനായ തച്ചുപണിക്കാരനാണ് ബാക്കുമുറുമി. ഖുറൈശികൾ ബാക്കുമുറുമിയെ സമീപിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു: ഞങ്ങൾ കഅബാലയം പുതുക്കി പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൊളിഞ്ഞ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. പുതുക്കി പണിയുന്ന ചുമതല താങ്കളെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകപ്രസിദ്ധമായ ദേവാലയം പുതുക്കി പണിയാനുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ ചുവർ പൊളിക്കാനുള്ള സമയമായി. ഖുറൈശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പല കുടുംബങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ആദരവോടെ ചുമരുകൾ പൊളിച്ചു തുടങ്ങി. കഅബാലയം പുതുക്കി പണിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കല്ല് ചുമക്കുകയുണ്ടായി. അങ്ങനെ ചുവർ ഉയർന്നു. ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലമെത്തി. ആരാണ് ഹജറുൽ അസ്വദ് വെക്കുക? അതിനുള്ള അവകാശം ആർക്കാണ്? തറവാട്ടുകാർ തമ്മിൽ വഴക്കായി. അങ്ങനെ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് കടന്നു. ഒരു രക്തച്ചൊരിച്ചിലിന്റെ വക്കിൽ നിൽക്കുകയാണ് അവർ. ഈ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു. എന്തായാലും ഹജറുൽ അസ്വദ് വെക്കുന്നതിന്റെ പേരിൽ ഒരു യുദ്ധം പാടില്ല. പക്ഷെ എന്താ വഴി? രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ എന്താണ് വഴി? വൃദ്ധനായൊരു നേതാവ് മുന്നോട്ട് വന്നു. എല്ലാവരും ആദരിക്കുന്ന ആൾ, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവ്, അബു ഉമയ്യ ഹുദൈഫത്ത് ബിനു മുഗീറ. അദ്ദേഹം ഗോത്രക്കാരോട് വിളിച്ചു പറഞ്ഞു: രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കൂ, ഞാനൊരു പരിഹാര മാർഗം പറയട്ടെ. എല്ലാവരും തർക്കമതിയാക്കി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. മസ്ജിദുൽ ഹറമിലേക്ക് ഇനി ആദ്യമായി കടന്നു വരുന്ന ആളെ നമുക്ക് വിധികർത്താവായി നിയോഗിക്കാം. എല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെ അവർ കാത്തിരുന്നു. ഈ കഥയുടെ 12ാം ഭാഗം അടുത്ത വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.